ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ബോയ്സും ഗേൾസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് അവരുടെ ആവറേജ് ഹൈറ്റും അതുപോലെ തന്നെ അവരുടെ കൗണ്ടും. ഓക്കെ, അപ്പം നമ്മളുടെ പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ സ്യൂഡോ കോഡ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് n, ദറ്റ് ഈസ് റീഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇനിഷ്യലി നമ്മൾ ബോയ്സിൻ്റെ ടോട്ടൽ ഹൈറ്റും 0 ആക്കുക, ബോയ്സ് കൗണ്ടും 0 ആക്കി വെക്കുക. ഗേൾസിൻ്റെ ടോട്ടൽ ഹൈറ്റും 0 ആക്കി വെക്കുക, ഗേൾസ് കൗണ്ടും 0 ആക്കി വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് ഓരോ കുട്ടിയുടെയും ജെൻഡറും ഹൈറ്റും റീഡ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ n സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കൗണ്ട് ചെയ്തു. സോ ഇനി നമ്മളൊരു ഫോർ ലൂപ്പിലോട്ട് കയറിയിട്ട് 1 to n നമ്മൾ എന്ത് ചെയ്യണം, റീഡ് ജെൻഡർ ആൻഡ് ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റുഡൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ജെൻഡർ മെയിലാണോ എന്ന് നോക്കണം. മെയിലാണ് എങ്കിൽ ബോയ്സ് ടോട്ടൽ ഹൈറ്റിലോട്ട് ഇപ്പോൾ ഉള്ള ബോയ്സ് ടോട്ടൽ, അതായത് 0 പ്ലസ് ഇപ്പോൾ റീഡ് ചെയ്ത ഹൈറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ഒരു ബോയ് കൂടിയല്ലോ, അങ്ങനെയാണെങ്കിൽ ബോയ്സ് കൗണ്ട് ഒന്ന് കൂട്ടണം. അതല്ല നമ്മുടെ ജെൻഡർ മെയിൽ അല്ല എങ്കിൽ എൽസ് പാർട്ടിൽ എന്തായിരിക്കും വരുന്നത്, ഫീമെയിൽ ആണ്. ഫീമെയിൽ ആണെങ്കിൽ ഗേൾസിൻ്റെ ടോട്ടൽ ഹൈറ്റിൻ്റെ കൂടെ ഇപ്പോഴത്തെ ഹൈറ്റ് ആഡ് ചെയ്യുക, ഗേളിൻ്റെ കൗണ്ട് കൂട്ടുകയും ചെയ്യുക. അങ്ങനെ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഫോർ ലൂപ്പിനുള്ളിൽ ഒരു ഇഫ് എൽസും എൻഡ് ഇഫും വന്നു. എന്നിട്ട് ഈ ഫോർ ലൂപ്പ് ഇവിടെ വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. സോ അങ്ങനെ n സ്റ്റുഡൻസിൻ്റെയും ജെൻഡറും ഹൈറ്റും റീഡ് ചെയ്തു. ഗേൾസ് ആണെങ്കിൽ ഗേൾസ് ടോട്ടലിലോട്ടും ഗേൾസ് കൗണ്ടും കൂട്ടുക, ബോയ്സ് ആണെങ്കിൽ ബോയ്സ് ടോട്ടൽ ഹൈറ്റിലും ബോയ്സ് കൗണ്ടും കൂട്ടുക. പുറത്തിറങ്ങിയതിന് ശേഷം ടോട്ടൽ ബോയ്സ് കൗണ്ട് നമുക്ക് ബി കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലും ജി കൗണ്ടിൽ ഗേൾസ് കൗണ്ടും കിട്ടുമല്ലോ. അതിൽ നിന്ന് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാമല്ലോ. കാരണം ടോട്ടൽ ബോയ്സ് ടോട്ടൽ ബൈ ബോയ്സ് കൗണ്ട് വിൽ ബി ദ boys average height and girls total by girls count is the girls average height. So that will be printed. This is the pseudocode corresponding to find the average height of boys and girls in a class of n students. ഇനി നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ട് വരയ്ക്കണം. ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ ഭയങ്കര ഈസിയാണ്. സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റീഡ് ചെയ്തു. അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പാരലലോഗ്രത്തിൽ. പിന്നെ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എല്ലാം റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നു. ഫോർ ലൂപ്പ് നമ്മൾ ഹെക്സഗണിൽ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ റീഡ് ജെൻഡർ ഹൈറ്റ് റീഡ് ആയതുകൊണ്ട് നമ്മൾ പാരലലോഗ്രത്തിൽ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അപ്പം നമ്മൾ എന്തിൽ കൊടുക്കുന്നു, ഡയമണ്ട് ഷേപ്ഡ് ബോക്സിൽ കൊടുക്കുന്നു. ട്രൂ ആകുമ്പോഴുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്ത് എടുക്കുന്നു, റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നു. ഫോൾസ് ആകുമ്പോഴുള്ള സ്റ്റേറ്റ് റെക്റ്റാങ്കിളിൽ കൊടുക്കുന്നു. ഫോർ ലൂപ്പ് ആയതുകൊണ്ട് ആ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സർക്കിൾ ഇട്ടിട്ട് കണക്ഷൻ ഇവിടെ കൊടുക്കാൻ മറക്കരുത്. പുറത്തിറങ്ങിയിട്ട് നമ്മൾ റെക്റ്റാങ്കിളിനകത്ത് ബോയ്സ് ആവറേജും ഗേൾസ് ആവറേജും കണ്ടുപിടിക്കുന്നത് എഴുതുന്നു. പിന്നെ നമ്മൾ ആ റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ.